നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മോദിക്കോ ദീദിക്കോ ജയം. ബംഗാളിൽ മമതാ ബാനർജിയുടെ സത്യാഗ്രഹം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ പോലീസിനെതിരായ സിബിഐ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ചിട്ടി തട്ടിപ്പ് കേസിൽ ഇടപെട്ടതിന്റെ തെളിവുകൾ സിബിഐ കോടതിയിൽ സമർപ്പിച്ചു. മറ്റൊരു കേസിൽ സിബിഐ ജോയിന്റ് ഡയറക്ടർക്ക് കൊൽക്കത്ത പോലീസ് നോട്ടീസ് നൽകി. കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ മമതയ്ക്ക് പിന്തുണയർപ്പിച്ച് ഇന്ന് കൊൽക്കത്തയിലെത്തും. തുടർച്ചയായ രണ്ടാം ദിവസവും മമതാ ബാനർജി രാത്രി ചിലവഴിച്ചത് സത്യാഗ്രഹ പന്തലിലാണ്. RJD നേതാവ് തേജസ്വി യാദവ്, DMK നേതാവ് കനിമൊഴി എന്നിവർ മമതയെ കണ്ട് സമരത്തിന് പിന്തുണയറിയിച്ചു. സംസ്ഥാന പോലീസ് തന്റെ അഭിമാനമാണെന്നും അവർക്ക് വേണ്ടി ജീവൻ നൽകേണ്ടി വന്നാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും മമത പറഞ്ഞു. আমাদের সত্যাগ্রহ হচ্ছে মোদি সরকারের অ্যাট্রসিটিদের বিরুদ্ধে এবং আজকে প্রত্যেকটা ইনস্টিটিউশনকে രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനെതിരായ സമരം തുടരാനാണ് തീരുമാനമെങ്കിലും ഇന്നത്തെ കോടതി നടപടികൾ മമതയ്ക്ക് നിർണായകമാകും. സുപ്രീം കോടതിയിലെ സിബിഐയുടെ ആവശ്യങ്ങൾ ഇവയാണ്. ചിട്ടി തട്ടിപ്പ് കേസുകളിലെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ബംഗാൾ ചീഫ് സെക്രട്ടറി, DGP, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ എന്നിവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി വേണം. കീഴടങ്ങാനും തെളിവ് നശിപ്പിക്കാതിരിക്കാനും പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിന് നിർദ്ദേശം നൽകണം. തെളിവുകൾ നശിപ്പിക്കാൻ രാജീവ് കുമാർ ശ്രമിച്ചതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ സത്യവാങ്മൂലം CBI കോടതിയിൽ നൽകിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഹാജരാക്കാൻ CBIക്ക് ഇന്നലെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തെളിവ് ലഭിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് കോടതിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥരെ വേട്ടയാടാനാണ് CBI ശ്രമമെന്ന് ബംഗാൾ സർക്കാർ കോടതിയെ അറിയിക്കും. ന്യൂസ് 18 ഡൽഹി. വങ്കനാട്ടിലെ അന്തർനാടകത്തിൽ അന്തിമ ജയം ആർക്ക്? എല്ലാ കണ്ണുകളും സുപ്രീം കോടതിയിലാണ്. സർക്കാരിനെതിരെ CBI നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ CBIയും കേന്ദ്ര സർക്കാരും ഉയർത്തിയ വെല്ലുവിളി നേരിടാനുറച്ച് മമതാ ബാനർജി സത്യാഗ്രഹം മൂന്നാം ദിവസവും തുടരുകയാണ്. മമതയ്ക്ക് പിന്നിൽ CPM ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ അണിനിരുന്നതോടെ മോദിക്കെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിന് കൂടുതൽ കെൽപ്പേറും. കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് കൊൽക്കത്തയിലെത്തുന്നതോടെ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് അത് വെല്ലുവിളിയുമാകും. CBIയുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇന്ന് സുപ്രീം കോടതി എന്ത് വ്യക്തമാക്കിയാലും അത് മമതയ്ക്കും CBIക്കും CBIയെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും നിർണായകമാകും. ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്: രാഷ്ട്രീയ പോരാട്ടത്തിൽ വിജയിക്കാനാകുമോ മമതയ്ക്ക്? വോട്ടിംഗ് യന്ത്രത്തിനെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ 50% VVPAT സ്ലിപ്പുകൾ എണ്ണണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. വോട്ട് വ്യത്യാസം 5% കുറവെങ്കിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും EVM ഹാക്കിംഗ് വെളിപ്പെടുത്തലിന്റെയും പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% VVPAT സ്ലിപ്പുകൾ എണ്ണണം. ജയിച്ച സ്ഥാനാർത്ഥിയും എതിരാളിയും തമ്മിലെ വോട്ടുവ്യത്യാസം 5% കുറവെങ്കിൽ മണ്ഡലത്തിലെ എല്ലാ ബൂത്തിലെയും മുഴുവൻ സ്ലിപ്പുകളും എണ്ണണം. EVMലെയും VVPAT മെഷീനിലെയും വോട്ടുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ VVPAT സ്ലിപ്പുകളുടെ എണ്ണം അന്തിമമായി പരിഗണിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ പാർട്ടികൾ മുന്നോട്ട് വെച്ചു. 50% वोट गिनना चाहिए. जो पेपर ट्रायल है उस पेपर ट्रायल को गिनना चाहिए, उसको डिस्ट्रॉय नहीं करना चाहिए, उसे रखना चाहिए सुरक्षित इलेक्शन कमीशन को. तो आधे जब भी एक कॉन्स्टिट्यूंसी आएगी सामने उसमें 50% जो पोल है उनका काउंट किया जाए EVM मशीन से और 50% वोट को या पोलिंग बूथ को काउंट किया जाए उनके पेपर से, ताकि बाद में टैली करेंगे. 5 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രം പ്രവർത്തിച്ചില്ല. വോട്ടെണ്ണൽ സമയത്ത് യന്ത്രങ്ങൾ തകരാറിലായി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഓഡിറ്റ് ചെയ്യാൻ വ്യവസ്ഥയില്ല തുടങ്ങിയ കാര്യങ്ങളും പാർട്ടികൾ ചൂണ്ടിക്കാട്ടി. 22 പ്രതിപക്ഷ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി ചുമതല ഏറ്റെടുക്കുന്നത് എപ്പോഴെന്നതിൽ തീരുമാനം ഇന്ന്. വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ചയാകും. മകളുടെ ചികിത്സയ്ക്കായി വിദേശത്തായിരുന്ന പ്രിയങ്ക ഗാന്ധി ഇന്നലെയാണ് തിരിച്ചെത്തിയത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഫെബ്രുവരി ആദ്യവാരം ചുമതലയേൽക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിലെത്തിയതിനു പിന്നാലെ
പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജ്യോതിരാദിത്യ സിദ്ധിയുമായും സംഘടനകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി പ്രിയങ്ക ചർച്ച നടത്തിയിരുന്നു. പ്രിയങ്കയുടെ ചുമതലയേൽക്കൽ, രാഹുലിന്റെയും പ്രിയങ്കയുടെയും കുംഭമേള സന്ദർശനം, UPയിലെ രാഹുലിന്റെ റാലികൾ എന്നിവയിൽ നിന്ന് രാഹുലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകും. സംസ്ഥാന നേതാക്കൾ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കി പ്രിയങ്കയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 7-ാം തീയതി നടക്കുന്ന പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലും പ്രിയങ്ക പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധിയുടെ UP സന്ദർശനത്തിന് മുന്നോടിയായി സേവാദളിന്റെ നേതൃത്വത്തിൽ വമ്പൻ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. രാവിലെ 10 മണിക്ക് ശ്രീകണ്ഠാപുരത്താണ് ആദ്യ സ്വീകരണം. തുടർന്ന് ഇരിട്ടി, മട്ടന്നൂർ, ധർമ്മടം എന്നീ കേന്ദ്രങ്ങളിലൂടെ വൈകുന്നേരം കണ്ണൂരിലെത്തും. നാളെ ഉച്ചയോടെ യാത്ര വയനാട് ജില്ലയിൽ പ്രവേശിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയുള്ള ജനമഹായാത്ര ഈ മാസം 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ശബരിമല ശുദ്ധിക്രിയ സംബന്ധിച്ച തന്ത്രി കണ്ഠരര് രാജീവരുടെ മറുപടി ഇന്ന് ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം പരിശോധിക്കും. യുവതി പ്രവേശനമല്ല, വിഗ്രഹത്തിന്റെ ചൈതന്യം കളങ്കപ്പെട്ടതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയതെന്നായിരുന്നു തന്ത്രിയുടെ വിശദീകരണം. ശബരിമല സന്നിധാനത്ത് യുവതികൾ കയറിയെന്ന വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് തന്ത്രി ശുദ്ധിക്രിയ നടത്തിയത്. ദേവസ്വം ബോർഡിന് നൽകിയ വിശദീകരണത്തിൽ ശുദ്ധിക്രിയയ്ക്ക് യുവതീ പ്രവേശവുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്നു. വിഗ്രഹത്തിന്റെ ചൈതന്യം കുറഞ്ഞതിനാലാണ് ശുദ്ധിക്രിയ എന്നാണ് തന്ത്രിയുടെ നിലപാട്. തുലാവർഷ ചിത്തിരയാട്ട പൂജകൾ നടക്കുന്ന ഘട്ടത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ദേവചൈതന്യം കളങ്കപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ ഭക്തരുടെ ദർശനം മുടക്കാതെയായിരുന്നു ശുദ്ധിക്രിയ. നട അടച്ചിട്ടില്ല, ചാരുക മാത്രമാണ് ചെയ്തത്. ക്രിയയ്ക്ക് മുമ്പ് ദേവസ്വം പ്രസിഡന്റിനെ ഫോണിലും എക്സിക്യൂട്ടീവ് ഓഫീസറെ നേരിട്ടും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ശുദ്ധിക്രിയ നടത്തിയ ഘട്ടത്തിലൊന്നും ദേവസ്വം ബോർഡിന്റെ മുൻകൂർ അനുമതി തേടിയിട്ടില്ല. പൂജാകാര്യങ്ങളിൽ തന്ത്രിയാണ് പരമാധികാരിയെന്നും ദേവസ്വം ബോർഡ് ട്രസ്റ്റി മാത്രമാണെന്നും മറുപടിയിൽ പറയുന്നു. ഈ മറുപടി ഇന്നു ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം പരിശോധിക്കും. തുടർന്ന് ദേവസ്വം കമ്മീഷണർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാകും നടപടികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതിയിൽ നാളെ നിർണായക നടപടികൾ. രാവിലെ 10:30-ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഹർജികൾ പരിഗണിക്കും. മുതിർന്ന അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ ഹർജിക്കാർക്കും സർക്കാരിനും വേണ്ടി കോടതിയിൽ അണിനിരക്കും. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ സുപ്രീംകോടതി ഉറച്ചു നിൽക്കുമോ അതോ വിധി പുനഃപരിശോധിക്കുമോ? വിശ്വാസികളും നിയമരാഷ്ട്രീയ കേന്ദ്രങ്ങളും 4 മാസമായി ആകാംക്ഷയോടെ ആവർത്തിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം നാളെ സുപ്രീംകോടതി നൽകിയേക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക. ഡിസംബർ 28-ലെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തന്ത്രിയും അയ്യപ്പ ഭക്തരും സംഘടനകളും നൽകിയ 56 ഹർജികളാണ് പരിഗണനയിൽ. മോഹൻ പരാശരൻ, V ഗിരി, ശ്യാം ദിവാൻ, രാജീവ് ധവാൻ തുടങ്ങി മുതിർന്ന അഭിഭാഷകരുടെ നീണ്ട നിര തന്നെ കോടതിയിൽ വാദത്തിനായി ഹാജരാകും. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനാൽ സുപ്രീംകോടതി വിധി നടപ്പായതായി സർക്കാർ കോടതിയെ അറിയിക്കും. വിവാദമായ 51 പേരുടെ പട്ടിക തിരുത്തി 17 ആക്കിയെങ്കിലും ഇത് സമർപ്പിക്കുമോ എന്ന് വ്യക്തതയില്ല. വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചാൽ കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് തുടർവാദത്തിനുള്ള സമയക്രമം കോടതി നിശ്ചയിക്കും. മറിച്ചാണെങ്കിൽ ഹർജികൾ തള്ളും. വിഷയം കൂടുതൽ പരിശോധനയ്ക്കായി 7-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയെന്നതാണ് കോടതിക്ക് മുന്നിലുള്ള മറ്റൊരു സാധ്യത. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18 ഡൽഹി. ശുദ്ധിക്രിയാ വിവാദത്തിൽ ശബരിമല തന്ത്രി നൽകിയ വിശദീകരണത്തിൽ ദേവസ്വം ബോർഡ് തൃപ്തിപ്പെടുമോ? തന്ത്രിയുടെ വിശദീകരണം ഇന്ന് ബോർഡ് പരിഗണിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. യുവതീ പ്രവേശനത്തിനല്ല, അയ്യപ്പ വിഗ്രഹത്തിന്റെ ചൈതന്യം കുറഞ്ഞതിനാലാണ് ശുദ്ധിക്രിയ നടത്തേണ്ടി വന്നതെന്ന് പറഞ്ഞ് തന്ത്രി പിന്നോട്ടു പോകുമ്പോൾ ബോർഡ് മറുപടി നൽകുക എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാകും. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ എല്ലാ കണ്ണുകളും കോടതിയിൽ തന്നെയാണ്. യുവതീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധമോ അതോ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമോ ഏതിനാകും കോടതി മുൻഗണന നൽകുന്നതെന്ന് കണ്ടറിയണം. സംസ്ഥാന സർക്കാരിനും ഏറെ നിർണായകമാകും കോടതിയുടെ അന്തിമ തീരുമാനം. ശബരിമലയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ആവർത്തിക്കുമോ കോടതി? ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്. ഭർതൃവീട്ടിൽ പ്രവേശനം ആവശ്യപ്പെട്ട് കനകദുർഗ നൽകിയ ഹർജിയിൽ ഇന്ന് പുലാമന്തോൾ ഗ്രാമന്യായാലയം വിധി പറയും. ഇന്നലെ ഇരു കൂട്ടരുടെയും വാദങ്ങൾ പൂർത്തിയായിരുന്നു. ശബരിമല ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ ഭർത്താവോ സഹോദരങ്ങളോ തയ്യാറാകാത്തതിനെ തുടർന്നാണ് അവർ കോടതിയെ സമീപിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാനാകില്ലെന്നാണ് ഭർതൃവീട്ടുകാരുടെ വാദം.
ശബരിമല ദർശനത്തിന്റെ പേരിൽ അമ്മയെന്ന അവകാശം പോലും ചോദ്യം ചെയ്യുകയാണെന്നും തനിക്കും ഭർത്താവിനും കൌൺസിലിംഗ് നൽകണമെന്നും വീട്ടിൽ പ്രവേശിക്കുന്നതിന് സാഹചര്യമൊരുക്കണമെന്നുമാണ് കനകദുർഗയുടെ ആവശ്യം. ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സർക്കാർ അഭയ കേന്ദ്രത്തിലാണ് കനകദുർഗ. കീഴാറ്റൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകുന്നതിനാവശ്യമായ രേഖകൾ വയൽക്കിളിക്ക് സമർപ്പിച്ചു. സമരനായകൻ സുരേഷ് കീഴാറ്റൂരിന്റെ അമ്മ ഉൾപ്പെടെയുള്ളവരാണ് ഭൂമിയുടെ രേഖകൾ നൽകിയത്. വിഷയത്തിൽ നിയമ പോരാട്ടം തുടരാനാണ് വയൽക്കിളികളുടെ തീരുമാനം. കീഴാറ്റൂർ ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ 3D നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് വയൽക്കിളികൾ ഭൂമിയുടെ രേഖകൾ സമർപ്പിച്ചത്. ജനുവരി 11 മുതൽ രേഖകൾ സമർപ്പിക്കാനായിരുന്നു സർക്കാർ നിർദ്ദേശം. ഭൂമി വിട്ടു നൽകാനുള്ള വയൽക്കിളികളുടെ തീരുമാനത്തെ CPM സ്വാഗതം ചെയ്തു. വയൽക്കിളികളെ സമരത്തിന് പ്രോത്സാഹിപ്പിച്ചവരുടെ കാപട്യം വ്യക്തമായെന്നും പി ജയരാജൻ പ്രതികരിച്ചു. കാപട്യത്തിന്റെ രാഷ്ട്രീയം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടെ CPM-ഉം ഇടതുപക്ഷവും നേരത്തെ ഒരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ റോഡുകളിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെങ്കിൽ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകൾ വീതി കൂട്ടണം. ഇത് സമൂഹത്തിന്റെ ആവശ്യമാണ്, CPM-ന്റെ മാത്രം ആവശ്യമല്ല. പക്ഷേ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് RSS BJP, തുടക്കത്തിൽ കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി, അവരുടെ സംഘടനകൾ, മാവോയിസ്റ്റുകൾ, ഇങ്ങനെ എല്ലാ തീവ്രവാദ ശക്തികളും ഒത്തുചേർത്തുകൊണ്ടാണ് വയൽക്കിളികളെ പ്രോത്സാഹിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ കൈവിട്ട പശ്ചാത്തലത്തിൽ മറ്റു മാർഗങ്ങൾ മുന്നിലില്ലെന്ന് വയൽക്കിളികൾ വ്യക്തമാക്കിയിരുന്നു. വയൽ നികത്തുന്നതോടനുബന്ധിച്ച് വരുന്ന പാരിസ്ഥിതിക വിഷയങ്ങൾ, കൃഷിക്കാരും അല്ലാത്തതുമായ ഈ പാരിസ്ഥിതിക ദുരന്തം ഏറ്റുവാങ്ങുന്ന മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയുടെ ഭാഗമായാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. അത് കേവലം ഒരു കൃഷി കൂട്ടായ്മ മാത്രമല്ല. ആ അർത്ഥത്തിലും ആ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, വയൽക്കിളികൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറയുന്നത്, വയൽക്കിളികൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങി എന്ന തരത്തിൽ യാതൊരു സ്റ്റേറ്റ്മെന്റും ഒരു തരത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല. എന്നാൽ കോടതിയിലെ നിയമപോരാട്ടം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ജൂലൈ 17-നാണ് കീഴാറ്റൂരിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനായുള്ള അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയത്. പിന്നീട് നവംബറിൽ മന്ത്രാലയം ഇത് മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തി. എല്ലാ കർഷകരും ഭൂമിയുടെ രേഖകൾ സമർപ്പിച്ചതോടെ കീഴാറ്റൂർ ബൈപ്പാസിന് സർക്കാരിന് മുന്നിൽ ഇനി തടസ്സങ്ങളില്ല. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. പ്രതിഷേധം അവസാനിപ്പിച്ച് ഒടുവിൽ വയൽക്കിളികൾ കൂടണയുകയാണോ? കീഴാറ്റൂരിൽ ബൈപ്പാസിന് വേണ്ടി ഭൂമി വിട്ടു നൽകിയ വയൽക്കിളികൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുമ്പോൾ അതിന് മാനമേറെയാണ്. സമരം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് അവർ പറയുമ്പോഴും ബൈപ്പാസിന് വഴിയൊരുക്കുന്ന ഏത് ശ്രമവും സമരത്തിൽ നിന്നുള്ള പിന്മാറ്റമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടണം. നിയമ പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനം രാഷ്ട്രീയ പിന്മാറ്റം മറയ്ക്കാനുള്ള വൃഥാശ്രമം മാത്രമാണോ? ബൈപ്പാസ് വിഷയത്തിൽ വയൽക്കിളികൾ പരാജയപ്പെട്ടു. ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്നു. KSRTC ദിവസവരുമാനത്തിൽ വൻ ഇടിവ്. കഴിഞ്ഞ മാസം 8.5 കോടി രൂപ വരെ കളക്ഷൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വരുമാനം 6 കോടി രൂപയ്ക്കും താഴെയാണ്. ടോമൻ ജെ തച്ചങ്കരി MD സ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷനിലും വൻ കുറവുണ്ടായി. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് KSRTCയുടെ വരുമാനം ആദ്യമായി 8.5 കോടി രൂപ കടന്നത്. എന്നാൽ മണ്ഡലകാലം അവസാനിച്ച കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ തന്നെ വരുമാനം ഇടിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 5 ദിവസവും 6 കോടി രൂപയിൽ താഴെയാണ് കളക്ഷൻ. മണ്ഡലകാലത്തിന് ശേഷം ജനുവരി 28-ന് മാത്രമാണ് കളക്ഷൻ 7 കോടി രൂപയിലെത്തിയത്. മണ്ഡലകാലത്തിന് ശേഷമുള്ള ദിവസ വരുമാന കണക്ക് ഇങ്ങനെ. കഴിഞ്ഞ മാസം 31-നാണ് ടോമൻ ജെ തച്ചങ്കരി സ്ഥാനമൊഴിയുന്നത്. അതിനുശേഷമുള്ള 3 ദിവസത്തെ വരുമാനത്തിലും വലിയ ഇടിവുണ്ടായി. വരുമാനക്കുറവുണ്ടായെന്നും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓപ്പറേഷണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സർവീസ് നടത്തിപ്പിലെ അപാകതയാണ് വരുമാനം കുറയാൻ കാരണമെന്നാണ് കണക്കാക്കുന്നത്. അതിനാൽ സർവീസ് റദ്ദു ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും വരുമാനമുള്ള ഷെഡ്യൂളുകൾ പരമാവധി പ്രവർത്തിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇതോടൊപ്പം നേരത്തെ നൽകിയിട്ടുള്ള ഡിപ്പോ ടാർഗറ്റ് പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. റൂട്ടുകൾ ലാഭകരമല്ല എന്ന കാരണത്താൽ പുതുതായി തുടങ്ങിയ KSRTC ചിൽ ബസ്സുകൾ നിരത്തിൽ നിന്നൊഴിയുന്നു. കോഴിക്കോട് നിന്നും സർവീസ് തുടങ്ങിയ പകുതി ബസ്സുകളും ഓട്ടം നിർത്തി.
ശീതീകരിച്ച വാഹനത്തിൽ സുഖയാത്ര എന്നതായിരുന്നു KSRTC 6 മാസം മുമ്പ് തുടങ്ങിയ ചിൽ സർവീസിന്റെ സവിശേഷത. എന്നാൽ ഇന്ന് ഈ ബസ്സുകളിൽ പലതും നിരത്തുകളിൽ നിന്നും പിന്മാറി. കോഴിക്കോട് നിന്നും നെടുമ്പാശ്ശേരി വഴി എറണാകുളത്തേക്കുള്ള ബസ്സുകൾ മാത്രമേ ഇപ്പോൾ നിരത്തിലുള്ളൂ. ബാക്കിയുള്ളവ പൂർണ്ണമായും നിരത്തുകൾ വിട്ട സ്ഥിതിയാണ്. കാസർഗോഡ് പാലക്കാട് റൂട്ടിലുള്ള 8 ബസ്സുകളാണ് ഓട്ടം നിർത്തിയത്. കാസർഗോഡ് സെക്ടർ ലാഭകരമല്ല, ഒരിക്കലും ലാഭകരമായിട്ട് പോകുന്നില്ല. കാരണം ജനങ്ങൾ അതിനെ ആശ്രയിക്കുന്നില്ല. കാരണം അവർക്ക് ടൈം വളരെ വിലപ്പെട്ടതാണ്. പാലക്കാട് നിർത്താനുള്ള പ്രധാന കാരണം ഇതാണ്, റോഡ് കണ്ടീഷൻ വളരെ മോശമാണ്. ലോ ഫ്ലോർ ബസ്സാണ്, ഒരു 1.5 അടി ഹൈറ്റിലെ വണ്ടി പോകുന്നത്. ഇതിനെ ആശ്രയിച്ചിരുന്നു കുറേ പാസഞ്ചേഴ്സ് ശരിക്കും ആശ്രയിച്ചിട്ടുണ്ട്. കാരണം എയർപോർട്ടിൽ പോകാനായിട്ട് അവർക്ക് ആവശ്യമാണ്. പക്ഷേ എയർപോർട്ടിൽ അവർ ആ ടൈമിൽ കൊണ്ട് എത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഞങ്ങൾ ശരിക്കും ഫീൽ ചെയ്തു. സർവീസ് നിർത്തിയ ബസ്സുകൾ ശബരിമല സീസണിൽ ഉപയോഗപ്പെടുത്തിയെങ്കിലും പിന്നീട് വീണ്ടും കയറ്റിയിട്ടു. കാസർഗോഡ് പാലക്കാട് റൂട്ടുകൾ ലാഭകരമല്ലെന്നാണ് കോർപ്പറേഷൻ നിലപാട്. കൊച്ചി റൂട്ടിൽ ശരാശരി 25,000 രൂപ വരുമാനം ലഭിക്കുമ്പോൾ മറ്റു 2 റൂട്ടിലും 13,000-ൽ താഴെയായിരുന്നു ശരാശരി വരുമാനം. പാലക്കാട് റൂട്ടിൽ റോഡ് തകർന്നതും സർവീസ് നിർത്തുന്നതിന് കാരണമായി. കാസർഗോഡ് സർവീസ് ചുരുക്കി കണ്ണൂർ വരെ ഓടിക്കാനും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിക്കാനുമാണ് കോർപ്പറേഷൻ ശ്രമം. ന്യൂസ് 18 കോഴിക്കോട്. പ്രതിസന്ധിയുടെ നിലയില്ലാ കയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് KSRTC. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും യൂണിയനുകളുടെ ഭരണവും കൊണ്ട് കോടികളുടെ നഷ്ടക്കണക്ക് മാത്രമേ ഇപ്പോഴും പറയാനുള്ളൂ. ഏറ്റവും ഒടുവിൽ 1 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് സ്വന്തം വരുമാനത്തിൽ നിന്ന് നൽകാൻ കോർപ്പറേഷന് കഴിഞ്ഞെങ്കിലും പുതിയ കണക്കുകൾ അത്ര നല്ലതല്ല. KSRTCയെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച MD ടോമിൻ ടച്ചങ്കരിക്ക് യൂണിയൻ രാജിനെ തുടർന്ന് പുറത്തിറങ്ങേണ്ടിയും വന്നു. പുറത്താക്കപ്പെട്ട എംപാനൽ ജീവനക്കാരുടെ സമരം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുകയാണ്. ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്: KSRTCക്ക് ഇനി കരകയറാനാകുമോ? ഇനി ലോകവാർത്തകൾ കാണാം. വിജയ് മല്യയെ ഇന്ത്യക്ക് കൈമാറാൻ ബ്രിട്ടന്റെ തീരുമാനം. മല്യയെ ഇന്ത്യക്ക് കൈമാറണമെന്ന കോടതി ഉത്തരവ് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചു. എന്നാൽ വിധിക്കെതിരെ മല്യയ്ക്ക് മേൽക്കോടതിയെ സമീപിക്കാം. 9,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ നാടുവിട്ട വിജയ് മല്യയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കണമെന്ന് ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിറക്കിയിരുന്നു. മല്യയുടെ കൈമാറ്റത്തിനായുള്ള നടപടികൾ തുടങ്ങാൻ കോടതി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി. ഇതിന്റെ ഭാഗമായാണ് മല്യയെ ഇന്ത്യക്ക് കൈമാറണമെന്ന കോടതി ഉത്തരവ് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചത്. എന്നാൽ വിധിക്കെതിരെ മല്യയ്ക്ക് മേൽക്കോടതിയെ സമീപിക്കാനാവും. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചാൽ വിജയ് മല്യയെ ഇന്ത്യയിലെത്തിക്കാൻ ഇനിയും കാലതാമസം നേരിട്ടേക്കാം. വിവിധ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നായി 9,400 കോടി രൂപയുടെ വായ്പാ കുടിശ്ശിക വരുത്തിയ വിജയ് മല്യ 2016 മാർച്ചിലാണ് ബ്രിട്ടനിലേക്ക് കടന്നത്. തുടർന്ന് 2017 ഫെബ്രുവരിയിൽ മല്യയെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ബ്രിട്ടനെ സമീപിക്കുകയായിരുന്നു. വിവിധ കേസുകളിലായി മല്യയുടെ 12,400 കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ ഇതിനകം കണ്ടുകെട്ടിയിട്ടുണ്ട്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അബുദാബി സന്ദർശനം ഇന്ന് അവസാനിക്കും. സയ്യിദ് സ്പോർട്സ് സിറ്റിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിലും പൊതുപരിപാടികളിലും മാർപ്പാപ്പ ഇന്ന് പങ്കെടുക്കും. മതത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്നും ലോക സമാധാനത്തിന് എല്ലാവരും കൈകോർക്കണമെന്നും മാനവ സാഹോദര്യ സംഗമത്തിൽ മാർപ്പാപ്പ പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1,20,000-ഓളം പേരാണ് സയ്യിദ് സ്പോർട്സ് സിറ്റിയിൽ മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ആളുകൾക്ക് സ്റ്റേഡിയത്തിന് പുറത്തുള്ള വലിയ സ്ക്രീനിൽ കുർബാന തത്സമയം കാണാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മലയാളത്തിലും പ്രാർത്ഥനകൾ ഉണ്ടാകും. അവശത അനുഭവിക്കുന്ന രോഗികൾക്കായി അബുദാബി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പ്രത്യേക പ്രാർത്ഥനയും മാർപ്പാപ്പ നടത്തും. ഇന്നലെ നടന്ന മാനവ സാഹോദര്യ സംഗമത്തെ അഭിസംബോധന ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ മതത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ ന്യായീകരിക്കാനാവില്ലെന്നും ലോക സമാധാനത്തിനായി എല്ലാവരും കൈകോർക്കണമെന്നും ആവശ്യപ്പെട്ടു. യമനിലെ സിറിയയിലെയും യുദ്ധാവസ്ഥയെപ്പറ്റി പരാമർശിച്ച മാർപ്പാപ്പ ആയുധ മത്സരം ലോകത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. മറ്റു മതസ്ഥർക്ക് ആരാധന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയ UAE സർക്കാരിന് മാർപ്പാപ്പ നന്ദി പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 700ഓളം മത നേതാക്കളാണ് മാനവ സാഹോദര്യ സംഗമത്തിൽ പങ്കെടുത്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമായ വെനസ്വേലയിൽ വിമത നേതാവ് ജോൺ ഗൊയ്ദോ നിലപാട് കടുപ്പിക്കുന്നു. പ്രസിഡന്റ് നിക്കോളാസ് മദുറോയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ജോൺ ഗൊയ്ദോ പറഞ്ഞു. അതിനിടെ കൂടുതൽ രാജ്യങ്ങൾ നിക്കോളാസ് മദുറോയ്ക്കെതിരെ രംഗത്തെത്തി.
വിമത നേതാവ് ജോൺ ഗേദ്വയെ അംഗീകരിച്ച് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തി. സ്പെയിൻ, ഫ്രാൻസ്, സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളാണ് ഗ്വേദ്വയെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. US, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ രാജ്യങ്ങൾ നേരത്തെ തന്നെ ഗ്വേദ്വയെ അംഗീകരിച്ചിരുന്നു. ഉടൻ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയോട് ആവശ്യപ്പെട്ടു. മറ്റു രാജ്യങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങി രാജിവെക്കില്ലെന്ന് നിക്കോളാസ് മദുറോ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. മദുറോയ്ക്ക് പിന്തുണയുമായി റഷ്യ രംഗത്തുണ്ട്. വെനസ്വേലയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാനുള്ള മറ്റു രാജ്യങ്ങളുടെ ശ്രമം നോക്കി നിൽക്കില്ലെന്നാണ് റഷ്യയുടെ ഭീഷണി. വെനസ്വേലയിലെ ഔദ്യോഗിക പ്രസിഡന്റും സോഷ്യലിസ്റ്റ് നേതാവുമായ നിക്കോളാസ് മദുറോയ്ക്ക് എതിരാണ് തുടക്കം മുതൽ അമേരിക്ക. സ്വയം പ്രഖ്യാപിത പ്രസിഡന്റ് ജോൺ ഗ്വേദ്വോയ്ക്കാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ. വെനസ്വേലയിൽ സൈനികമായി ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. സാമ്രാജ്യത്വ ലക്ഷ്യങ്ങളോടെ വെനസ്വേലയിൽ പ്രവേശിച്ചാൽ ട്രംപിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് നിക്കോളാസ് മദുറോയും പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വാർത്തയിലേക്ക് വീണ്ടും. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിൽ ശിക്ഷയനുഭവിക്കുന്ന CPM നേതാവ് PK കുഞ്ഞനന്ദൻ ശിക്ഷാ ഇളവ് തേടി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കുഞ്ഞനന്ദന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് കുഞ്ഞനന്ദന്റെ യഥാർത്ഥ രോഗവിവരമെന്താണെന്ന് വ്യക്തമാക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സയാണ് നൽകേണ്ടത്, പരോളല്ലെന്ന് ഹർജി പരിഗണിക്കവെ കോടതി നിരീക്ഷിച്ചിരുന്നു. സർക്കാർ ഉത്തരവുണ്ടായിട്ടും തീരദേശ റോഡിനായി സ്വകാര്യ റിസോർട്ടിന്റെ ഭൂമി ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതിനെ തുടർന്ന് ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ നിരാഹാര സമരത്തിൽ. സ്ഥലം വിട്ടു നൽകാൻ റിസോർട്ട് ഉടമകൾ തയ്യാറാകാത്തതിനാൽ യാത്രാ സൌകര്യമില്ലാതെ 10 വർഷമായി ദുരിതമനുഭവിക്കുകയാണ് നാട്ടുകാർ. ആലപ്പുഴ വാടക്കൽ ഭാഗത്ത് ഈ പാലം നിർമ്മിക്കുന്നത് 2007-ലാണ്. പാത നിർമ്മാണം പൂർത്തിയായാൽ തീരദേശവാസികൾക്ക് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മിനിറ്റുകൾ കൊണ്ട് എത്താൻ കഴിയും. പാലത്തിന്റെ കരയിൽ നിന്നും സ്വകാര്യ റിസോർട്ടിലൂടെ കടന്ന് വെറും 163 മീറ്റർ പിന്നിട്ടാൽ പാത മറുഭാഗമായ മത്സ്യഗന്ധി ജംഗ്ഷനിൽ എത്തും. റോഡിനായി സ്ഥലം വിട്ടു നൽകാൻ സാധാരണക്കാർ മുന്നോട്ട് വന്നപ്പോൾ റിസോർട്ട് ഉടമ മാത്രം തയ്യാറായില്ല. ഏകദേശം 10 വർഷക്കാലമായി റോഡ് പൂർത്തീകരിക്കാനാവാതെ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാവുകയാണ്. പക്ഷേ ഇതൊരു റിസോർട്ടുകാരന് വേണ്ടി പറഞ്ഞു, ഇത് നേരെ പോകേണ്ടിയ റോഡാണ്. അത് നേരെ ഇവിടെ തെക്കോട്ട് വന്നിട്ട് പിന്നെ കിഴക്കോട്ട് വളഞ്ഞു വീണ്ടും തെക്കോട്ട് വളഞ്ഞിരിക്കും. അപ്പോൾ അത് എല്ലാ നിയമങ്ങളും ലംഘിച്ചൊരു റിസോർട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ റിസോർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അലൈൻമെന്റിൽ പോലും അതിൽ PWD രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിട്ടുണ്ട്. വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ റിസോർട്ടിന്റെ സ്ഥലം ഏറ്റെടുത്ത് പാത നിർമ്മാണം പൂർത്തിയാക്കാനായുള്ള സർക്കാർ ഉത്തരവാണിത്. 2015 പുറപ്പെടുവിച്ച ഉത്തരവിൽ ബാക്കി ഭാഗത്തെ നിർമ്മാണത്തിനായി 43 ലക്ഷം രൂപ അനുവദിച്ചിട്ടുമുണ്ട്. സമയബന്ധിതമായ ആശുപത്രിയിൽ എത്തിക്കാനാവാതെ തീരദേശത്ത് 3 മരണം കൂടി സംഭവിച്ചതോടെ സ്ത്രീകളും കുട്ടികളുമടക്കം നിരാഹാര സമരത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. പാത പൂർത്തിയാകുന്നതുവരെ വഴിതടയലും വോട്ട് ബഹിഷ്കരണവും ഉണ്ടാകും. സ്വകാര്യ റിസോർട്ടിന്റെ തൊട്ടു മുന്നിൽ വരെ എത്തി നിൽക്കുന്ന പാത നിർമ്മാണം പിന്നങ്ങോട്ട് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നതിനെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന് 10 വർഷമായി തീരദേശ ജനതയ്ക്ക് ഒരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആലപ്പുഴ വാടക്കൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഫ്ളൈ ദുബൈയുടെ ആദ്യ വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിലിറങ്ങി. ആഴ്ചയിൽ 3 സർവീസുകളാണ് ഉണ്ടാവുക. കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്ന ദുബൈ ആസ്ഥാനമായ ഏക സ്ഥാപനമാണ് ഫ്ളൈ ദുബായ്. കോഴിക്കോട് നിന്ന് UAE-യിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ ഉപകരിക്കുന്നതാണ് ഫ്ളൈ ദുബായ് സർവീസ്. കോഴിക്കോട് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആഴ്ചയിൽ 3 സർവീസുകൾ നടത്തും. ദുബൈയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും 8 സർവീസുകളാണ് ആഴ്ചയിൽ ഉണ്ടാവുക. and offer an unrivaled travel experience to our passengers in India. ദിവസേനയുള്ള സർവീസുകൾ ഉടൻ തുടങ്ങാനാണ് ഫ്ളൈ ദുബൈയുടെ തീരുമാനം. പുതിയ റൂട്ടിൽ എമിറേറ്റ്സുമായുള്ള കോഡ് ഷെയറിംഗ് വഴി ആഗോള വ്യാപകമായി 216 കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സാധ്യമാകുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചി തേവരയിൽ ലൈംഗിക പീഡനത്തെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ മാതാപിതാക്കൾ. പരീക്ഷയിൽ തോറ്റതിനാണ് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. അയൽവാസിയും സുഹൃത്തുക്കളും പീഡിപ്പിച്ചെന്നായിരുന്നു പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് നൽകിയ മൊഴി. കഴിഞ്ഞ മാസം 8-നാണ് കോന്തുരുത്തി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 14-ന് മരിച്ചു. അയൽവാസിയായ ബിജുവും കൂട്ടുകാരും ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മരണമൊഴി. ബിജു ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തു.
എന്നാൽ പരീക്ഷയിൽ തോറ്റതിലെ നിരാശ മൂലമാണ് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. വലിയ പിടിപാടുള്ളതുകൊണ്ട് എൻ്റെ കൊച്ചി ഞങ്ങൾ നിരപരാധി ആയതുകൊണ്ട് എൻ്റെ കൊച്ചിന് പരീക്ഷയ്ക്ക് മാർക്കില്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തതായിട്ട് എഴുതി തള്ളാനാണ് എല്ലാവരും പരിപാടി എന്ന് തോന്നുന്നത്. അതുപോലെയാണ് റിപ്പോർട്ട് കണ്ടപ്പോഴും. ഒന്നാം പ്രതി ബിജുവിന്റെ പേര് ഇജു എന്നാണ് കേസ് രേഖകളിൽ ചേർത്തിരിക്കുന്നത്. വിലാസവും പെൺകുട്ടിയുടെ പ്രായവും തെറ്റായാണ് രേഖപ്പെടുത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. ബിജുവിന്റെ പേര് ഇജു എന്നാണ് വന്നേക്കുന്നത്. അഡ്രസ് ഇല്ല, വീട്ടുപേരില്ല. പേപ്പറിൽ വന്നപ്പോഴും ഇത്രയും വലിയ സംഭവം നടന്നിട്ട് പോലീസുകാർ കൊടുത്തപ്പോൾ ഒരു കുഞ്ഞു പടം, ഇത്രയുള്ള ഒരു കുഞ്ഞു പടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാരും കാണണമെന്നില്ല. സ്കൂളിലെ ചില അധ്യാപകരും കുട്ടിയെ അധിക്ഷേപിച്ചതായി പരാതിയുണ്ട്. ബാസ്കറ്റ്ബോൾ താരമായിരുന്ന പെൺകുട്ടി കോട്ടയത്ത് സംസ്ഥാന സ്കൂൾ കായികമേളയിലും പങ്കെടുത്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. സാമ്പത്തിക കുറ്റവാളി വിജയ് മല്യയെ ഒടുവിൽ ഇന്ത്യക്ക് കൈമാറാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോടതി വിധിക്ക് ബ്രിട്ടീഷ് സർക്കാർ അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഏറെ നാളുകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ സുപ്രധാനമായ തീരുമാനമുണ്ടാകുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണോ വിജയ് മല്യയെ വിട്ടുകിട്ടാനുള്ള തീരുമാനം? കോടതി നടപടികളിൽ കുടുങ്ങി വീണ്ടും കേസ് മുന്നോട്ടു പോകുമോ? പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി ഈ വിഷയമാണ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661588. ചോദ്യം ഒരിക്കൽ കൂടി. വിജയ് മല്യയെ വിട്ടുകിട്ടാനുള്ള തീരുമാനം ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണോ എന്ന ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തിക കുറ്റവാളി വിജയ് മല്യയെ ഒടുവിൽ ഇന്ത്യക്ക് കൈമാറാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോടതി വിധിക്ക് ബ്രിട്ടീഷ് സർക്കാർ അംഗീകാരം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏറെ നാളുകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ സുപ്രധാനമായ തീരുമാനമുണ്ടാകുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണോ വിജയ് മല്യയെ ഇന്ത്യക്ക് വിട്ടുതരാനുള്ള തീരുമാനം എന്നതാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ഉയർത്തുന്ന ചോദ്യം. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661588. 9,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിലാണ് ഇന്ത്യ വിട്ട വിജയ് മല്യയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കണമെന്ന് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരിക്കുന്നത്. മല്യയുടെ കൈമാറ്റത്തിനായുള്ള നടപടികൾ തുടങ്ങാനും കോടതി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വിജയ് മല്യയെ ഇന്ത്യക്ക് കൈമാറണമെന്ന കോടതി ഉത്തരവ് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചത്. എന്നാൽ ഈ വിധിക്കെതിരെ വിജയ് മല്യയ്ക്ക് വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനുമുള്ള സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബിജു എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ബിജു, എന്ത് തോന്നുന്നു? വിജയ് മല്യയെ വിട്ടുകിട്ടാനുള്ള ഈ ഒരു തീരുമാനം അത് നമ്മുടെ നയതന്ത്ര വിജയമായി തന്നെ കാണാൻ കഴിയുമോ? ബിജു, കേൾക്കാമോ? വയനാട് നിന്ന് അനിൽ എന്ന പ്രേക്ഷകൻ ചേരുന്നു. അനിൽ, എന്താണ് അനിലിന്റെ അഭിപ്രായം? ഇത് രാജ്യത്തിന്റെ നയതന്ത്ര വിജയമായിട്ട് ഒരിക്കലും പറയാനാവില്ല. കാരണം ഈ 9,000 കോടി രൂപ നമ്മൾക്ക് ഉപയോഗിക്കേണ്ട പൈസ മോഷ്ടിച്ച് ഇവിടെ നിന്ന് കടന്നുപോയിട്ട് ഇന്ന് 5-6 വർഷമായി. ശരി, പറഞ്ഞോളൂ അനിൽ, കേൾക്കാം. മാത്രവുമല്ല ഇദ്ദേഹം അവിടെ നമ്മളുടെ പൈസ എടുത്ത് അവിടെ സ്വർണ്ണ ക്ലോസറ്റിലാണ് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് രാജ്യത്തിന്റെ ഒരിക്കലും ഒരു BJP സർക്കാരിന്റെ വിജയമായിട്ട് ഇത് പറയാൻ കഴിയുകയില്ല. ശരി, അപ്പോഴും അനിൽ, ഏറെ നാളായുള്ള പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വിജയ് മല്യയെ നമ്മുടെ തിരിച്ച് രാജ്യത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം സഫലമാകുന്നത്. അതിനെ ഒരു വിജയമായി തന്നെ നമുക്ക് പറയേണ്ടി വരില്ലേ? ഇങ്ങനെയുള്ളൊരു കേസിന് ഇത്രയും വലിയ സാമ്പത്തിക കുറ്റവാളിനെ ഈ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് കഴിയായ കൊണ്ടല്ല. അതിന് ഇഷ്ടംപോലെ നമ്മൾക്ക് അതിനുള്ള നിയമവശങ്ങൾ ഉണ്ടല്ലോ. ഇതൊന്നും യൂസ് ചെയ്യാതെ അവരെ കയറൂരി വിട്ടതല്ലേ. അതായത് നേരത്തെ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതിലും നേരത്തെ തന്നെ വിജയ് മല്യയെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. കഴിയും, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ. ശരി, അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തിയത്? തെരഞ്ഞെടുപ്പ് അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും എന്ന അഭിപ്രായമുണ്ടോ അനിലിന്?
അത്രേ ഉള്ളൂ. കാരണം പിന്നെ ഈ എങ്ങനെയും ഇപ്പോൾ നടന്നു വരുന്ന ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ പിന്നെ വോട്ടുകളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് BJP സർക്കാർ കൊണ്ടുവന്ന ഒരു ജനങ്ങളുടെ കണ്ണിൽ, അതായത് സാധാരണപ്പെട്ടവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമായിട്ട് ഇതിനെ പ്രതികരിക്കാൻ. ശരി, നന്ദി അനിൽ പ്രതികരിച്ചതിന്. മലപ്പുറത്ത് നിന്ന് രജു എന്ന പ്രേക്ഷകൻ ചേരുന്നു. രജു, എന്താണ് രജുവിന്റെ അഭിപ്രായം? ഇത് നരേന്ദ്രമോദിയുടെ വിജയം തന്നെയാണ്. എന്തുകൊണ്ട് പ്രജു? ഇതിനു മുമ്പ് ഇത് ചരിത്രത്തിൽ ഇത് രണ്ടാമത്തെ ആളാണ് എക്സ്ട്രഡിഷൻ ചെയ്യുന്നത്. ശരി, അപ്പൊ അത് ഈ സർക്കാർ അത് ചെയ്തവരുടെ വിജയം, അത് ഭരിക്കുന്നവര് ചെയ്തതിന്റെ അതിന്റെ ആ ഡിറ്റർമിനേഷനാണ് അത് കാണിക്കുന്നത്. ശരി, ഇയാൾ ഇത്രത്തോളം ക്രമക്കേടുകൾ നടത്തി ഇയാൾ പോയതും ഈ സർക്കാരിന്റെ കാലത്താണ്, രാജ്യം വിട്ടതും. അത് അല്ല, ഇപ്പൊ ഒരു മനുഷ്യൻ ഇപ്പൊ നിങ്ങൾ വിദേശത്തോട്ട് പോവുകയാണോ അത് നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ടാണോ പോവുക? അതേപോലെ ഇവിടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ എല്ലാരും പോകണമെന്ന് നോക്കിയിരിക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റുമോ? അല്ലെ വിദേശകാര്യ വകുപ്പിന് പറ്റുമോ? നിങ്ങളിപ്പോ വിദേശത്തോട്ട് പോവുകയാണെങ്കിൽ മോഡിയോട് പറഞ്ഞിട്ടാണോ പോണേ? നിങ്ങളിപ്പോ എത്ര ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടാവും? ശരി, ഇത് നമ്മുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമായി തന്നെ നമുക്ക് പറയാം അല്ലെ? 100% നയതന്ത്ര മോഡിയുടെ തന്നെ വിജയമാണ്. ശരി, നന്ദി പ്രജു പ്രതികരിച്ചതിന്. പൂനെയിൽ നിന്ന് സജി എന്ന പ്രേക്ഷകൻ ചേരുന്നു. സജി, എന്താണ് സജിയുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇത് 100% നയതന്ത്ര വിജയം തന്നെയാണ്. നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വിജയം തന്നെ എന്ന് പറയുന്നതിന് അപ്പുറം BJP ഗവൺമെന്റിന്റെയും കൂടെ ഒരു വിജയമാണ്. ഇത്രയും നാളായിട്ട് ഇത്രയും ഒരു വലിയ കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതൽ നോക്കിയിട്ട് ഒരു മനുഷ്യൻ നടന്നത് 100% നയതന്ത്ര വിജയം തന്നെയാണ്. ശരിയല്ലേ? ശരി, നന്ദി സജി പ്രതികരിച്ചതിന്. രവീന്ദ്രൻ എന്ന പ്രശ്നം ചേരുന്നു. രവീന്ദ്രൻ, പറയാം, എന്താണ് അഭിപ്രായം? നരേന്ദ്രമോദിയുടെ വിജയം തന്നെ 100% നരേന്ദ്രമോദിയുടെ വിജയം തന്നെയാണ്. കോൺഗ്രസ് ആയിരുന്നു അവന്റെ രോമത്തെ പോലും തൊടിയല്ല. ഈ കള്ളന്മാരെല്ലാം കൂടി അവനെ നാട് കടത്തിയിട്ട് ഇവര് 4 കൊല്ലം ആയപ്പോഴേക്ക് പറയുന്ന എല്ലാം BJPയുടെ ഫലം വെക്കുക. ഇത് ഒരിക്കലും ശരിയായ നടപടിയല്ല. ഇനി കോൺഗ്രസ് ഇതുപോലെ തന്നെ പല കള്ളന്മാരും ഇത് കോടിക്കണക്കിന് രൂപയുമായിട്ട് ഇവിടെ കിടന്ന് വരക്കുകയും ചെയ്യും. ഇവന്മാരെ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. ശരി, നന്ദി രവീന്ദ്രൻ. തിരുവല്ലയിൽ നിന്ന് ശ്രീകുമാർ എന്ന പ്രശ്നം ചേരുന്നു. ശ്രീകുമാർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹലോ, ഇത് മോഡിയുടെ വിജയമല്ലാതെ പിന്നെ എന്താ പറയാനുള്ളത്? ഇതിനു മുമ്പേ ഇരുന്ന UPA സർക്കാർ ലോൺ മുഴുവൻ കൊടുത്തിട്ട് ആസ്തി ഉണ്ടോ എന്ന് നോക്കാതെ ലോൺ കൊടുത്തിട്ട് അത് നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കാന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ഒരു പ്രഹസനമാണ്. ഇപ്പൊ അങ്ങേര് അവിടുന്ന് ഇവിടെ ആളിനെ കൊണ്ടതെങ്കിൽ അത് അങ്ങയുടെ വിജയം തന്നെയാണ്. അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യമാണത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീകുമാർ, അദ്ദേഹത്തെ ഇതുവരെ വിജയമല്യയെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേണമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാൻ കഴിയും. പക്ഷേ എന്നാലും ഇത്രയും വരെ എത്തിയല്ല. അപ്പൊ അതിനും കൂടെ ഉള്ള സാവകാശം അവിടുന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. ഇപ്പൊ ഇത്ര നാൾ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ അവിടെ കിടക്കുന്ന ആളെ ഇവിടെ കൊണ്ടുവരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുള്ള നടപടികൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളവരെ മനസ്സിലാക്കണം നമ്മളെല്ലാ ആൾക്കാരും. വിജയം തന്നെയാണ് 100%. തെരഞ്ഞെടുപ്പ് അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു നടത്തിയത് എന്ന തരത്തിലും പല കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. ഇത് BJP കയറിയ കാലം പോലെ തന്നെ നരേന്ദ്രമോദിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുക അവിടുത്തെ ആൾക്കാർ മുഴുവൻ. അതറിയാവോ? എന്ത് വന്നാലും നരേന്ദ്രമോദിയുടെ തലയിൽ വെക്കാന്ന് ഒരു രീതിയാണ് ഉള്ളത്. അപ്പൊ അതിന് എതിരായിട്ട് ഇപ്പൊ ഒരു ആദ്യത്തെ ഒരു ഏറ്റവും വലിയൊരു ഗുണം കാര്യം പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. അല്ലെ പിന്നെ വിജയമല്യ പോലെ ആളെ ഇവിടെ കൊണ്ടുവരാൻ നോക്കുവോ? ശരി, നന്ദി ശ്രീകുമാർ പ്രതികരിച്ചതിന്. വിശ്വനാഥൻ എന്ന പ്രശ്നം ചേരുന്നു. വിശ്വനാഥൻ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് മോദിയുടെ ഒരു വിജയമായിട്ട് പറയാൻ ഒക്കത്തില്ല ഒരിക്കലും. എല്ലാവരും വിളിച്ചു പോകുന്ന മോദിയുടെ വിജയമാണ്. ഒരിക്കലും അല്ല. മോദിയാണ് സഹായിച്ച് ഇയാളെ വെളിയിൽ വിടാൻ അനുവദിച്ചത്. അപ്പൊ ഇത് മോദിയുടെ വിജയം എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതുപോലെ ഈ ഇത്രയും തുക സാമ്പത്തിക ക്രമക്കേട് കാണിച്ചിട്ട് പോയ ഒരു പാർട്ടിയെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര്, അതാണ് വിശ്വസിക്കാൻ ഒക്കാത്തത്. നമ്മുടെ മലയാളികൾ തന്നെ ആണോ ഇതെന്നുള്ളത്. ഇപ്പോഴും മോദിയുടെ ഇതുകൊണ്ടാണ് കൊണ്ടുവന്നത്. അത് അല്ല, അത് ആ ഗവൺമെന്റിന്റെ ഒരു ഇതാണ്. വെളിയിൽ നിന്നുള്ള അവരുടെ ആ റൂൾസ് അനുസരിച്ച് അവർ വിടുന്നു എന്ന് മാത്രമേ ഇതിനെ പറയാനൊക്കത്തുള്ളൂ. അത് നമ്മുടെ രാജ്യത്തിന്റെ ഇടപെടലുകൾ കൊണ്ടുകൂടി ആയിരിക്കില്ലേ അത്തരത്തിലൊരു തീരുമാനം വന്നത്? സമ്മതിച്ചു, ശരി തന്നെ, ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ ഇതിന്റെ ആ ഒരു എന്താണ് പറയാ, ഇത്രയും ഒരു ഇതൊരു കള്ളക്കളി കളിച്ചെന്നുള്ളത് അവർക്ക് ബോധ്യമായതിനു ശേഷമാണ് അവർ വിട്ടുകൊടുക്കുന്നത്. തീർച്ചയായും അതിൽ അവരെ അഭിനന്ദിച്ചേ ഒക്കത്തുള്ളൂ. അതിന് മോദിയുടെ മാത്രം വിജയമായിട്ട് കണക്കാക്കാൻ ഒക്കത്തില്ല. ശരി, നന്ദി പ്രതികരിച്ചതിന്. കൊല്ലത്ത് നിന്ന് മനോജ് എന്ന പ്രശ്നം ചേരുന്നു. മനോജ്, വിജയ് മല്യയെ ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കം ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമായി പറയാൻ കഴിയുമോ? എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും രാജ്യത്തിന്റെയും മോദിയുടെയും വിജയം തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. കാരണം
ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എന്ത് ചെയ്താലും പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ. ടെലിഫോൺ ലൈന് കട്ടായിരിക്കുകയാണ്. അബൂബക്കർ ചേരുകയാണ് പെരിന്തൽമണ്ണയിൽ നിന്ന്. അബൂബക്കർ, എന്താണ് താങ്കളുടെ അഭിപ്രായം? വിജയമല്യന്റെ കാര്യത്തില് നരേന്ദ്രമോദിക്കോ അഭിനന്ദിക്കാനൊന്നുമില്ല. കാരണം ഇത്രയും കാലമായിട്ട് ഇത് ഇലക്ഷനാണ് നാളെ മറ്റന്നാൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി അല്ല ചെയ്തിരിക്കുന്നത്, വലിയ പരിപാടി കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ചെയ്തത് മോദി സർക്കാർ. നാട്ടിലുള്ള എല്ലാവർക്കും എതിർപ്പും മാത്രമേ ഉള്ളൂ മോദിന്റെ കയ്യിലുള്ളത്. ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതില് ഇലക്ഷനാണ് നാളെ മറ്റന്നാൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇങ്ങനത്തെ ഓരോ ഗോപ്രദായം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി അബൂബക്കർ പ്രതികരിച്ചതിന്. കാസർഗോഡ് നിന്ന് ഗോപാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഗോപാലകൃഷ്ണൻ, ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമായിരുന്നു. അതിന്റെ ഫലമായി മാത്രമാണ് വിജയ് മല്യയെ ഒടുവിൽ ഇന്ത്യക്ക് കൈമാറാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് എന്നാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരിക്കലുമല്ല, തെരഞ്ഞെടുപ്പുമായിട്ട് ഒരു ബന്ധമില്ല. ശരി, അത് നമ്മുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമായി തന്നെ പറയാം. 100%. ഇത് UPA ഗവൺമെന്റിന്റെ കാലത്ത് ഈ എല്ലാ സപ്പോർട്ടോടു കൂടി ലോൺ കൊടുത്തിട്ട് കോടിക്കണക്കിന് ഉറുപ്പിക ജനങ്ങളെ പണം ഇവരൊക്കെ ഇനി ഭരണത്തിൽ വന്നാൽ ഈ വലിയുടെ രോഗം പോലും തൊടില്ല. അതന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. പക്ഷെ തെരഞ്ഞെടുപ്പ് വരികയാണ്, ഇനി വിഡ്ഢികളായ ജനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിൽ വരുത്തി മല്യ വീണ്ടും രക്ഷപ്പെടും, ഉറപ്പാണ്. ശരി, നന്ദി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചതിന്. മഹേഷ് എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. മഹേഷ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? മഹേഷ്, കേൾക്കാമോ? മഹേഷ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ കേൾക്കാമോ? താങ്കൾക്ക് കേൾക്കാം. വിജയ് മല്യയെ നമ്മുടെ ഇന്ത്യക്ക് കൈമാറുള്ള തീരുമാനം വന്നിരിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര നീക്കങ്ങളുടെ ഒരു വിജയമായി തന്നെ പറയാൻ കഴിയും. എന്താണ് താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ? രാജ്യത്തിന് നയതന്ത്രമായിട്ടുള്ള തീരുമാനമല്ല, അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് വിജയ് മല്യ നാട്ടിലെത്തിക്കാനുള്ള തീരുമാനമുണ്ടായത്. ഗോവയിൽ നിന്നുള്ള ഒരു MP കൂടിയല്ലേ വിജയ് മല്യ, BJPയുടെ. അപ്പൊ അത് മുന്നിൽ കണ്ടിട്ടല്ലേ നരേന്ദ്രമോദി കളിച്ചത്. അപ്പൊ ഇതിന് മുന്നൊക്കെ മൂപ്പർക്ക് വിജയ് മല്യ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും കൊണ്ടുവരാത്തത് തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ട് കൊണ്ടുവരുമ്പോ അത് രാഷ്ട്രീയ ലക്ഷ്യമല്ലാണ്ട് നയതന്ത്രപരമായിട്ടുള്ളത് കാണാനുള്ളത് കഴിയണില്ല. ശരി, നന്ദി പ്രതികരിച്ചതിന്. കോട്ടയത്ത് നിന്ന് ദീപു എന്ന പ്രേക്ഷകൻ ചേരുന്നു. ദീപു, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു. അതിന്റെ ഫലമായാണ് മല്യയെ ഒടുവിൽ ഇന്ത്യക്ക് കൈമാറുള്ള തീരുമാനമെന്ന അഭിപ്രായമാണോ ദീപുവിനുള്ളത്? തീർച്ചയായിട്ടും അത് തന്നെയാണുള്ളത്. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് എത്ര പേരാണ് കോടിക്കണക്കിന് രൂപ പാവങ്ങളെ പറ്റിച്ച് നാട് വിട്ടത്. ഇപ്പൊ അവരെ തിരിച്ചെത്തിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണെന്ന് ഏതൊരു പാവപ്പെട്ടവരും മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ദീപുവാണ് പ്രതികരിച്ചത്. താനൂരിൽ നിന്ന് പ്രിൻസ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. പ്രിൻസ്, എന്താണ് പ്രിൻസിന് പറയാനുള്ളത്? വിജയ് മല്യ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, വിജയ് മല്യയെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് എത്തിക്കാൻ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ നയതന്ത്ര നീക്കം തന്നെയാണ് കാരണം. ഈ ലോണുകൾ കൊടുത്തതൊന്നും മോദി ഗവൺമെന്റിന്റെ കാലത്തല്ലല്ലോ, അതിന് മുന്നേ കൊടുത്തതല്ലേ. പിന്നെ കുറെ ആളുകൾ മോദിയെ കുറ്റം പറയുന്നത് കണ്ടു. ശരിക്കും ഇത് നയതന്ത്ര നീക്കം തന്നെയാണ് 100% ഗവൺമെന്റിന്റെ. അതിന് ഗവൺമെന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ മതിയോ? പ്രിൻസ്, ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള നീക്കമാണെന്ന് പലരും പറയുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ള നീക്കമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്നായാലും ഇവർ അയാളെ കൊണ്ടുവരണ്ടേ. അതെന്ത് രാഷ്ട്രീയ ലക്ഷ്യമല്ലത്? ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഗവൺമെന്റ് വന്നാലും കൊണ്ടുവരണം, നിർബന്ധമാണ്. കാരണം സാധാരണക്കാരുടെ പൈസയാണ് അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ശരി, നന്ദി പ്രിൻസ്. ചെന്നൈയിൽ നിന്ന് പ്രേമൻ എന്ന പ്രശ്നം ചേരുന്നു. പ്രേമൻ, പറഞ്ഞോളൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഇത് നയതന്ത്ര വിജയം ചോദിച്ചാൽ നയതന്ത്ര വിജയം തന്നെയാണ്. കാരണം പിന്നെ കുറ്റവാളികളെ കൈമാറുന്ന കാര്യത്തിൽ ഇന്ത്യയും പിന്നെ ബ്രിട്ടനുമായിട്ടുള്ള ഒരു പിന്നെ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ പിന്നെ വിജയ് മല്യനെ കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീരവ് മോഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുന്ന് കൊള്ളയടിച്ചിട്ട് കടന്നു കളയുമ്പോൾ കേന്ദ്ര മന്ത്രിമാരുമായി പോലും കൂടിയാലോചന നടത്തിയിട്ടാണ് പുറത്ത് കടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുത്ത ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലഘട്ടത്തിലുള്ള ഒരു നാടകം എന്ന് മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കൂ. അതാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി പ്രേമൻ പ്രതികരിച്ചതിന്. സാമ്പത്തിക കുറ്റവാളി വിജയ് മല്യയെ ഒടുവിൽ ഇന്ത്യക്ക് കൈമാറാനുള്ള
തീരുമാനമാണ് ബ്രിട്ടനിൽ നിന്നുണ്ടായിരിക്കുന്നത്. കോടതി വിധിക്ക് ബ്രിട്ടീഷ് സർക്കാർ അംഗീകാരം നൽകിക്കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണോ മല്യയെ വിട്ടുകിട്ടാനുള്ള തീരുമാനമെന്ന ചോദ്യമായിരുന്നു പൊതുവേദി ഉയർത്തിയത്. അതെ എന്ന അഭിപ്രായമാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇടവേള.